ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? വൈകുന്നേരത്തെ ചായയോട് കൂടെ കഴിക്കാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടിൽ റവ ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശർക്കര ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ശർക്കര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവയെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം കട്ടിയായിട്ട് ഉണ്ടാവാനും പാടില്ല കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതുപോലത്തെ ഒരു കുണ്ടുള്ള പാത്രത്തിലാണ് ഞാനിതൊന്ന് ചുട്ടെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ചൂടായതിന് ശേഷം 2 തവിയോളം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ടൊരു 3-4 മിനിറ്റ് വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അടിവശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ ഇത്. കാണാൻ കലത്തപ്പത്തിൻ്റെ പോലെയൊക്കെ ഉണ്ടെങ്കിലും കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടെടുക്കുന്ന അതേ രീതിക്കാണ് കേട്ടോ ഇതും ചുടേണ്ടത്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടണമല്ലോ. അപ്പം തീ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ ഫുള്ളായിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കിട്ടിയാൽ പോരെ. അതിനുള്ള ടേസ്റ്റൊക്കെ ഈ ഒരു പലഹാരത്തിനുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള സ്നാക്സുകൾ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സുകളുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.